Today's special, let's make some chicken stew. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് some carrots, potatoes, onions. We'll also need some fried onions, fried cashews and raisins. പിന്നെ വേണ്ടിയത് green chili, ginger garlic paste and some spices. So let us start cooking now. ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് oil and ghee ഇട്ടിട്ട് firstly spices ഇടുക and then add in the chilies, ginger garlic paste and saute well. അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് onions ആണ് and you have to cook it until it gets that nice golden brown color. Now let's add some garam masala, some pepper powder and mix well. അടുത്തത് ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റ്സ് ആഡ് സം സോൾട്ട് ആൻഡ് മിക്സ് അഗൈൻ. ഇനി അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടേറ്റോസും ക്യാരറ്റ്സും ആണ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അടുത്തത് ആഡ് ചെയ്യേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം കമ്പൈൻ ചെയ്തിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പ്രഷർ മാറി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റൂവിൻ്റെ ആ ക്രീമി കൺസിസ്റ്റൻസി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചസ് ആണ് ലെറ്റ്സ് ആഡ് ദി ഫ്രൈഡ് ഓണിയൻസ്, ദി ഫ്രൈഡ് കാഷ്യൂസ് ആൻഡ് ദി റീസൺസ് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഇഫ്താർ എവ്രി വൺ. ബൈ ബൈ.